ഏറ്റവും കൂടുതൽ എലഗന്റ് ആയിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസി ആൻഡ് എക്സ്പെൻസീവ് ഫീലൊക്കെ വരുന്നതാണ് ജർദോസി ഡീറ്റെയിൽസ്. ജർദോസി എപ്പോഴും നമുക്ക് അറിയാം, അത് ടൈം കൺസ്യൂമിങ് ആണ്, അത് ഭയങ്കര ഭംഗിയായിട്ടാണ്. പക്ഷെ ഇന്നത്തെ നമ്മളുടെ ലുക്കിന്റെ ആ ഒരു ജർദോസി ലുക്ക് ഒരു ലൈറ്റർ വേർഷൻ ആയിട്ട് കൊണ്ടുവന്നേക്കാണ്. 1799 റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു സെമി സിൽക്ക് ആൻഡ് ഹാൻഡ് എംബ്രോയിഡറി ഒരു ചെസ്റ്റ് പ്ലേസ്മെന്റ് അകത്ത് നല്ല രസമുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റഡ് ലുക്ക് കൊടുത്തിട്ട് അതിനെ ഹാൻഡ് എംബ്രോയിഡറി വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ ജർദോസിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫുള്ളായിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈനിങ്ങിനായിട്ട്. ദെൻ വി ഹാവ് ജെറി ബീഡ്സ്, ഒരു സീക്വൻസ് ഡീറ്റെയിലും ഒക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ടെക്സ്ചേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്ക് എന്ന് പറയാം കേട്ടോ. അതിൻ്റെ ഒരു പ്രിന്റ് ഡിസൈനിൻ്റെ ഡീറ്റെയിൽ സെയിം ലുക്കിൽ തന്നെ ദുപ്പട്ട വന്നിട്ടുണ്ട്. അതിനകത്ത് ഫുള്ളായിട്ട് ഫ്ലോറൽ ഡിസൈനും കൂടെ കൊടുത്താണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഒരു സട്ടിൽ കളർ പാലറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇറ്റ്സ് എ ടിന്റ് ഓഫ് മോവ് ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രേ ടിന്റ്, ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡ്, ആൻഡ് ദെൻ വി ഹാവ് ഒരു ഒലിവിൻ്റെ തന്നെ ഒരു ബേജ് ചേർന്നിട്ടുള്ള ഒരു ഒലിവ് എന്ന് വേണമെങ്കിൽ പറയാം. ബേജിനകത്ത് ഒരു ഡ്രോപ്പ് ഓഫ് ഒലിവ് അത്രയ്ക്കുള്ള ഒരു ലുക്കിലാണ്. ഇതിൻ്റെ 4 കളേഴ്സാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബോട്ടം സറ്റൂൺ സെയിം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്, സോളിഡ് ആണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് വേറെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു കളർ ഫെയ്ഡ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ 2 ടോപ്പും ദുപ്പട്ടയും സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് എ ബോർഡർ പാറ്റേൺ ഫോർ ദി ദുപ്പട്ട ആസ് വെൽ. 17 SW1605 എന്ന ഗോൾഡിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം എല്ലാം ഇതേപോലത്തെ ഒരു സോഫ്റ്റ് ലുക്കിൽ തന്നെ കളറിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സറ്റൂൺ ബോട്ടം ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ് ഡീറ്റെയിൽ. ബാക്ക് ഈ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫുൾ ലുക്ക് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഒരു ആസ്ട്രാക്ട് പ്രിന്റ് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോർഡർ പാറ്റേൺ, ബോഡി ഫുൾ ദുപ്പട്ടയുടെ സെൻറ്റർ പോർഷൻ ഫുള്ളായിട്ട് ഫ്ലോറൽ ഡിസൈൻ വിത്ത് സെയിം ഡിജിറ്റൽ പ്രിന്റ് ലുക്കും കൂടെ ആയിട്ട് കൊടുത്തേക്കാണ്. ആൻഡ് ദെൻ വി ഹാവ് ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡിൻ്റെ ആണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. നമുക്കൊരു 3/4 സ്ലീവ് പെൻസിൽ ബോട്ടം സിഗരറ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നല്ലതാണ് കേട്ടോ. ടോപ്പ് ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം and dupatta and a full look. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കിത് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ കംഫർട്ട് വൈസ് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് സെമി സിൽക്ക് ആകുമ്പോഴത്തേക്ക് ഒരു കോട്ടൻ്റെ കംഫർട്ട് ഇതല്ല. ഇപ്പോൾ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ആൻഡ് സോഫ്റ്റ് ടച്ചാണ്, അതായത് നമുക്ക് തൊടാനൊക്കെ സുഖമുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ this is the last shade, beige tone, and then we have this light olive tinted naanile parayam. This is the dupatta and the full look. SW1605 ready to dispatch, and we have these in stores as well. ബാലുശ്ശേരി കോട്ടൺ സാരീസ് നമുക്കൊരു സോഫ്റ്റ് ആയിട്ടും ഫ്ലോയി ആയിട്ടുള്ള ഒരു ലുക്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്റ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലല്ലാതെ നമുക്ക് കാണാൻ ഭംഗിയുള്ള രസമുള്ള പാറ്റേണിൽ വന്നിരിക്കുന്ന ലുക്കാണ്. ഇപ്പോൾ ബാലുശ്ശേരി കോട്ടൻ്റെ അതേ ഒരു ലുക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ച് ബ്ലെൻഡ് വരുന്നുണ്ട് അതിനകത്ത്, ആ ഒരു ഫ്ലോ കുറച്ചും കൂടെ ആയിട്ടുള്ള സോഫ്റ്റ് ഫീലിൽ കിട്ടാനായിട്ട്. ആൻഡ് നമ്മളെപ്പോഴും ഇതിനകത്ത് ചിലപ്പോഴൊക്കെ വരാറുള്ളതിനകത്ത് ബ്ലൗസ് വരാറില്ല. പക്ഷേ ഈ ഒരു കളക്ഷൻ്റെ അകത്ത് നമ്മൾ ബ്ലൗസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് നല്ല പൊക്കമുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഫ്ലോണ്ട് ചെയ്യാൻ കേട്ടോ ഈ ഒരു പാറ്റേൺ. ഇതിപ്പം അധികം ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയർ ചെയ്യാം, പക്ഷെ പൊക്കമുള്ളവർക്ക് കുറച്ച് കൂടുതലായിട്ടൊരു രസമായിരിക്കും കൊടുക്കുമ്പോഴത്തേക്ക്. കാരണം നല്ല ബ്രോഡായിട്ടാണ് ആ ലോ പോർഷനിൽ ആ ഒരു ബോർഡർ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബോർഡറും തിന്നല്ല, നല്ല ബ്രോഡായിട്ട് തന്നെ വന്നിരിക്കുന്നത്, പക്ഷെ നോട്ട് ആസ് ലോങ് ആസ് ബ്രോഡ് ആസ് ദി ലോ ബോർഡർ പാറ്റേൺ. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ഷെയ്ഡിൻ്റെ കൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മറൂണിഷ് റെഡ് ഷെയ്ഡിലാണ് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് വീവ് പാറ്റേൺ ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ജോമെട്രിക് ഡിസൈനും പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടെ കൊടുത്ത് സൗത്ത് ഇന്ത്യൻ പാറ്റേണും കൂടെ കൊടുത്ത് ചെയ്തേക്കാണ്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ആ ഒരു തിക്കായിട്ട് ഡയഗണൽ വീവിങ് പാറ്റേൺ എഡ്ജിൽ വരുന്നുണ്ട്. ആൻഡ് കുറച്ചൊരു എംപ്റ്റി സ്പേസ് ആയിട്ട് ഒരു ബ്ലൂ എടുത്ത് നിൽക്കും. ആൻഡ് ദെൻ വി ഹാവ് ദ
കുറച്ചും കൂടെ റെഡിഷ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പാറ്റേൺ. ആ ഒരു ലുക്ക് ആക്ച്വലി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു അപ്പോൾ ബോർഡറിൻ്റെ അവിടെ ഇത് നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. വിടർന്ന് നിൽക്കുന്ന പ്ലീറ്റ്സ് ആണ്. അത് നമുക്ക് ഒരു ഹിപ്പ് വേസ്റ്റ് ഏരിയ നമുക്ക് ഒതുക്കി കൊടുത്തിട്ട് താഴോട്ട് നല്ല വിടർന്ന് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ഫിഗറി ലുക്കിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദി പ്രൈസ് റേഞ്ച്. 999 റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ വേരിയേഷൻസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഒരു ഗംഗാ യമുന പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓറഞ്ച് ആൻഡ് പിങ്ക് ഇസ് എൻ എവർഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ലുക്ക്. പല്ലു വന്നിരിക്കുന്നത് സ്ട്രൈപ്പ് വീവിങ് ഡിസൈൻ വരുന്നുണ്ട്. പല്ലു നോട്ടഡ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ട്വിസ്റ്റ് നോട്ട് ചെയ്തേക്കുന്ന പല്ലു ആണ്. ആൻഡ് ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ പ്ലെയിൻ സെയിം ഇത് തന്നെയാണ് ബ്ലൗസിനും വന്നിരിക്കുന്നത്. ഇതേ ലുക്കിൽ തന്നെ ബ്ലൗസ് വരുന്നുണ്ട്. സോ യു ക്യാൻ പ്ലേസ് ഇറ്റ് അക്കോർഡിംഗ്ലി. ഇതിപ്പോൾ ഒരു ബാക്ക് പാനലായിട്ട് ഫുൾ പാനലായിട്ടൊക്കെ വേണമെങ്കിലും നമുക്ക് അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ദിസ് ഇസ് ഒരു എങ്ങനെ വന്നാലും എനിക്കിത് ഒരു 15 ഇഞ്ച് അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു പാനലായിട്ട് വേണമെങ്കിലും കൊടുക്കാം. ആൻഡ് സ്ലീവ്സ് ഇതായിട്ട് കൊടുക്കാം. നല്ല രസമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റ്. ഓൺ വൈറ്റ് വി ഹാവ് ദിസ് പിങ്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ. അപ്പോൾ ദാറ്റ് വാസ് ഗംഗാ യമുന ഡിസൈൻ. നെക്സ്റ്റ് വൺ ഞാൻ ഉടുത്തേക്കുന്ന പോലത്തെ ഉള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ യെല്ലോ ആൻഡ് ഓറഞ്ചിഷ് റെഡ് കോമ്പിനേഷൻ. അത് ഓറഞ്ചിഷ് റെഡ് എന്ന് തോന്നുന്നത് ആക്ച്വലി മെറൂണിഷ് ഷെയ്ഡാണ്. യെല്ലോ കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ഓറഞ്ച് ടോണ് വന്നിരിക്കുന്നതാണ് കേട്ടോ. ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. നല്ല രസമുള്ള കളക്ഷനാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് അനദർ ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ഇസ് മറൂൺ ആൻഡ് വൈറ്റ്. ഇതെല്ലാം വർക്ക് വെയറിന് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ലുക്കാണ്. നമുക്ക് ഡെയിലി വെയറിന് അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിഫ് ഫീൽ ഇല്ലാണ്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ടുള്ള ഒരു കോട്ടൺ ലുക്ക്. 999 റേഞ്ചിൽ RP 384 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടും ചെക്കൗട്ട് ചെയ്യുക. കോട്ട സാരീസ് നമ്മൾ എപ്പോഴും യൂഷ്വലി ഒരു കാഷ്വൽ ലുക്കിലാണ് കാണാറുള്ളത്. ഇന്നൊരു പാർട്ടി വെയർ ലുക്കിൽ വേണമെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഇതിനകത്ത് 1-2 കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കാലപ്ഡ് ആയിട്ടുള്ള എഡ്ജസ് വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് പോയിന്റ് എംബ്രോയിഡേർഡ് ലുക്ക്. ആൻഡ് അത് ചെയ്തേക്കുന്നത് ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്ന പ്യുവർ കോട്ടയാണ്. അത് ചെക്ക് കോട്ടയാണ്. ആൻഡ് അതിനകത്ത് ഫുൾ പ്യുവർ കോട്ടണിലാണ് ചെയ്തേക്കുന്നത്. വെരി കംഫർട്ടബിൾ, ലൈറ്റ് വെയ്റ്റ്. ഉടുത്തേക്കുന്നത് അറിയത്തോലുമില്ല. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഭയങ്കര സുഖമാണ് ഉടുക്കാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ആൻഡ് നമ്മളതിനകത്ത് ഒരു 3-4 കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കാണുന്നത് ഒരു റെഡ് മെറൂൺ ഷെയ്ഡാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ആൻഡ് ബേസിൽ ഒരു ചെറിയ പീച്ച് ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബേസുമാണ് കേട്ടോ. ഡബിൾ ടോൺ അതിനകത്ത് ഡൈയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് പല്ലു തൊട്ട് ഒരു ഷോൾഡർ ഡൗൺ വരേക്കും നമുക്കൊരു ഫുള്ളായിട്ട് ഹെവിലി എംബ്രോയ്ഡർഡ് ആയിട്ടുള്ള ഒരു ലുക്ക്. ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മൾ വിത്ത് ബ്ലൗസ് ആയിട്ട് ആഡ് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് ഈ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ഡാർക്ക് ടോണിൽ വന്നിട്ടുള്ള മറൂൺ ഷെയ്ഡിൻ്റെ അകത്ത് വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി യൂസ് ചെയ്തിട്ടുള്ള പോയിന്റ് എംബ്രോയിഡറി, റോസ് എംബ്രോയിഡറി ആണ് അതിനകത്ത് വരുന്നത്. ഒരു ഔട്ട്ലൈൻ ലുക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. 2299 റേഞ്ചിൽ വന്നേക്കാണ്. ആൻഡ് ഈ ഒരു ബ്ലൗസ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ്, നമ്മളതിൻ്റെ ലിങ്കും കൂടി ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ രണ്ടും സാരിയുടെയും ബ്ലൗസിൻ്റെയും ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ടും നോക്കാം. ബ്ലൗസ് മാത്രമായിട്ട് അവൈലബിൾ ആണ്. സാരിയുടെ കൂടെ പെയർ ചെയ്തും യൂസ് ചെയ്യാനും നല്ലതാണ് കേട്ടോ. നമ്മളുടെ വെബ്സൈറ്റിൽ തന്നെ വേറെ ഒരുപാട് റെഡ് ഓപ്ഷൻസ് ഈ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ലുക്സ് വരുന്നുണ്ട്. വൈറ്റ് സാരീസിൻ്റെ കൂടെയും റെഡ് സാരീസിൻ്റെ കൂടെയൊക്കെ നമുക്കിത് പെയർ ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് ആ ഒരു ബോഡിയിൽ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞ് 3 പോയിൻ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറിയാണ് സ്കാറ്റേഡ് ആയിട്ട് വന്നിരിക്കുന്നത്. വെരി ലൈറ്റ് വെയ്റ്റ് കംഫർട്ടബിൾ സാരി. ഇത് എല്ലാവർക്കും വെയർ ചെയ്യാം കേട്ടോ. അതിൻ്റെ കളേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഗ്രീൻ വരുന്നുണ്ട്, പിങ്ക്, റാണി പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് ദിസ് ടോൺ, അതെല്ലാം നല്ല ഓറഞ്ച് ഷെയ്ഡൊക്കെ എല്ലാവർക്കും ക്യാരി ചെയ്യാൻ വരുന്ന കളേഴ്സാണ്. RK 280 എന്ന കൂടുതലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്.